ശ്രീമതി ഭാഗ്യലക്ഷ്മി, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളുമൊക്കെ നിർദ്ദേശങ്ങളുമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പുറം ലോകം അറിയുകയാണ്, അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ. പക്ഷേ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം. ഇപ്പോൾ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് നേരിടുന്ന ലൈംഗിക ചൂഷണമടക്കമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിയമ നടപടി വേണം എന്ന് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് സർക്കാരിന്. 4.5 വർഷമായി ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ലൈംഗിക ചൂഷണ പരാതിയിലെ മൊഴികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇനിയും അതിൻ്റെ നിയമ നടപടികൾക്കുള്ള സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ നീങ്ങുകയല്ലേ സർക്കാർ ഇനി ചെയ്യേണ്ടത്? ഹേമ കമ്മിറ്റി മറ്റൊരു റിപ്പോർട്ട് കൂടി സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മൊഴികളെല്ലാം തന്നിരിക്കുന്നവർ രഹസ്യമായിട്ടാണ് മൊഴി തന്നിരിക്കുന്നത്. അത് രഹസ്യമൊഴി ആയതുകൊണ്ട് തന്നെ ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല, ഇത് കോൺഫിഡൻഷ്യലായി വെക്കണം എന്നുകൂടി പറഞ്ഞൊരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ ബേസിൽ വീണ്ടും വിൻസെൻ്റ് പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് പുറത്ത് വിടാൻ പറ്റില്ല, ഇത് രഹസ്യമൊഴിയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച്, ഓർഡർ അനുസരിച്ച് രഹസ്യമായി തന്ന മൊഴി ഒരിക്കലും ഇത് പുറത്ത് വിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് വളരെ നിശബ്ദമായി വെച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ വിവരാവകാശ കമ്മീഷനാണ് ഇത് പുറത്ത് വിടണം എന്നൊരു നിർബന്ധം പറയുകയും അതിനോടൊപ്പം പിന്നെ കോടതിയും പറഞ്ഞു ഇത് പുറത്ത് വിടണം. പക്ഷേ അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ, പ്രസക്തമായെന്ന് വെച്ചാൽ പേര് വിവരങ്ങൾ മാറ്റിവെക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പേര് വിവരങ്ങൾ പുറത്ത് വിടരുത് എന്ന് പറയുന്നത് ഈ വിക്ടിംസിൻ്റെ അല്ലെങ്കിൽ മൊഴി കൊടുത്തവരുടെ പേര് വിവരങ്ങളും പുറത്ത് വിടരുത്, അല്ലെങ്കിൽ ഇവർ ആരെക്കുറിച്ചാണോ ഞങ്ങൾ പരാതി പറഞ്ഞവരുടെ പേര് വിവരം പുറത്ത് വിടരുതെന്ന് അവർ തന്നെ പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അവർ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ള പേര് വിവരങ്ങൾ അതിൽ ഉണ്ട്. ആ പേര് വിവരങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം, അന്നും ഇന്നും ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ: ആരെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നറിയാതെ എങ്ങനെയാണ് ഒരു നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ അഡ്വക്കേറ്റ് മിനി ഇരിക്കുന്നുണ്ട്. എനിക്ക് മിനിയോട് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. അതായത് എന്നോട് ഒരാൾ ഇത്തരത്തിൽ മോശമായി ലൈംഗികപരമായി സംസാരിച്ചു അല്ലെങ്കിൽ പെരുമാറി എന്ന് ഞാൻ മിനിയുടെ മുൻപാകെ വന്ന് പറയുന്നു. ഒരിക്കലും എൻ്റെ പേര് പുറത്ത് വരരുത്, പക്ഷെ അയാൾക്കെതിരെ നിങ്ങൾ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിലായിരിക്കും കോടതിയിൽ ആ കേസ് മുമ്പോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കോടതിയെ സംബന്ധിച്ച് വാദിയും പ്രതിയും കോടതിക്ക് ഒന്ന് തന്നെയാണ്. ഈ കിട്ടുന്ന ഫൈൻഡിങ്സ് അല്ലെങ്കിൽ തെളിവുകൾ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ കേസ് എപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ എത്രയോ കേസുകൾ തെളിവില്ല എന്നും പറഞ്ഞ് കോടതി തള്ളുന്നുണ്ട്. എത്രയോ കേസുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെ വിധിയും പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൊഴി കൊടുത്ത 62 പേര്, എനിക്ക് വേറൊരു കാര്യം വ്യക്തിപരമായിട്ട് പറയാനുള്ള, മലയാള സിനിമയിൽ ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ടും 62 പേർ മാത്രമാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെയൊന്നും ഇവർ സമീപിച്ചിട്ടില്ല. കാരണം ഞാൻ തന്നെ എത്രയോ സ്ത്രീകളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരുന്നു, അവരെ വിളിക്കൂ, ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങളെ അവർ സമീപിച്ചിരുന്നോ? ആരെയും സമീപിച്ചിട്ടില്ല. ഫെഫ്ക സംഘടനയുടെ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന മീറ്റിങ്ങിൽ ഒരുപാട് സ്ത്രീകൾ പരാതി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ സംസാരിക്കണം എന്ന്. അതായത് ലൈംഗികപരമായ വിഷയങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള, ഭക്ഷണത്തിൽ കാണിക്കുന്ന, താമസ സൗകര്യത്തിൽ കാണിക്കുന്ന വിവേചനങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെയൊന്നും സമീപിച്ചിട്ടില്ല. 62 പേരാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചപ്പോൾ ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ചരിത്രമാണ്. അത് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം ഇവിടെയുള്ള എത്രയോ
ഭാഷ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമകളിലും മാത്രമല്ല സ്ത്രീകൾക്കെതിരെ എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം എല്ലാ തൊഴിലിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതേപോലെ രാഷ്ട്രീയത്തിലുണ്ട്, മറ്റ് സർക്കാർ തലത്തിലുണ്ട്, അതേ മറ്റ് പല മേഖലകളിലുമുണ്ട്, സിനിമയിലുമുണ്ട്. ഒരിക്കലും ഞാനത് നിഷേധിക്കില്ല. ഇത് മറ്റു ഭാഷകളിൽ ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ, WCC രൂപീകരിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ഒരാളാണ് ഞാൻ. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് തങ്ങൾക്ക് ഈ രംഗത്ത് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ പറയാനും അതിൽ ഒരു മാറ്റം വരണം. പല സ്ത്രീകളും അതുകൊണ്ടായിരിക്കുമല്ലോ പേര് പറയാത്തത്, എന്റെ പേര് പുറത്തു വരരുത് എന്നവർ പറയുന്നത്. ഞാൻ എൻ്റെ ചോദ്യം കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാണ്. അതായത് താങ്കൾ പറഞ്ഞത് സാങ്കേതികമായി നിയമപരമായി ഇതെങ്ങനെ സാധിക്കും? കാരണം പരാതിക്കാരുടെ അവരുടെ അനോണിമിറ്റി കീപ്പ് ചെയ്യുകയാണ്, അവരുടെ അവരുടെ സ്വകാര്യത കീപ്പ് ചെയ്യുന്നു. ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത് അവരുടെ വിവരങ്ങൾ വരുന്നില്ല, ഏത് സാഹചര്യത്തിലാണ് എന്നതിൻ്റെ വിശദാംശങ്ങളില്ല. ഇതൊന്നുമില്ലാതെ ഒരു കേസ് എങ്ങനെ നിലനിൽക്കും എന്നതാണ് താങ്കൾ ചോദിച്ച സാങ്കേതികമായ ചോദ്യം. അതിന് മറുപടി പറയാൻ അഭിഭാഷകയായ ശ്രീമതി TB മിനി നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് മിനി മാഡത്തിനോട് ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല. ഞാൻ ചോദിക്കുന്നത് ഇത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് സാമ്പത്തിക കാര്യങ്ങളിലായാലും അതല്ലെങ്കിൽ ഭക്ഷണം താമസം പോലെയുള്ള കാര്യങ്ങളിലായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ 4.5 വർഷമായി കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ നിയമ നടപടികൾ വേണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെ നിന്നാൽ മതിയോ, ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ, ഈ സമീപനം സ്വീകരിച്ചാൽ മതിയോ എന്നാണ്. അതായത് നിയമ നടപടികൾക്കുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിലേക്ക് കടക്കണ്ടേ? ആ അഭിപ്രായം ശ്രീമതി ഭാഗ്യലക്ഷ്മിക്കുണ്ടോ? ഈ ഇരയാക്കപ്പെട്ടവരുടെ നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച്. തീർച്ചയായിട്ടും നിയമ നടപടികളിലേക്ക് പോകണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ആരാണ് പരാതി കൊടുത്തത് എന്ന കാര്യം വ്യക്തമാക്കണം. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണ്ട, സമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കണ്ട, കോടതിയിൽ നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമ്പോൾ വ്യക്തമാക്കണോ വേണ്ടയോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരാൾക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഇയാൾ എനിക്കെതിരെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആരാണ് പറയുന്നത് എന്നുള്ളത് കോടതിക്ക് പ്രസക്തമല്ലേ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം. അല്ലാതെ ശക്തമായ നടപടി തന്നെ എടുക്കണം. അവർക്കെതിരെ പോലീസ് സ്റ്റേഷൻ അപ്പം തന്നെ അവർക്കെതിരെ FIR എടുക്കണം, അതിനുശേഷം കോടതിയിലേക്ക് പോകണം. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇന്നലെ മന്ത്രി പറഞ്ഞു, ഒരാൾ മുൻപോട്ട് വരട്ടെ, തീർച്ചയായും ശക്തമായ നടപടി എടുത്തിരിക്കും. ഇവരെല്ലാം താങ്കൾ പറഞ്ഞത് ഇപ്പോൾ വളരെ ക്ലിയർ ആയി. അതായത് താങ്കൾ പറഞ്ഞത് നടപടി വേണം, പക്ഷെ ഇതെങ്ങനെ സാധിക്കും?